ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയിൽ കുറച്ചു കാലമായിട്ട് പറയാൻ വിട്ടുപോയൊരു കാര്യം ഇറാനിൽ നടക്കുന്ന യുദ്ധമാണ്. ഇറാനിൽ യുദ്ധം ഒരു വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം ഇവർ യുദ്ധം നിർത്തിവെക്കും, സന്ധി സംഭാഷണം നടത്തിച്ച്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ, ഇസ്രായേലും അമേരിക്ക ഒരു ഭാഗത്താണ്, ഇറാൻ ഇസ്രായേൽ അമേരിക്കൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുന്നത് നമ്മുടെ അയൽ രാജ്യവും സഹോദര രാജ്യവുമായിട്ടുള്ള പാകിസ്ഥാനാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇറാൻ്റെയും അമേരിക്കയുടെയൊക്കെ പ്രതിനിധികൾ പാകിസ്ഥാനിൽ ചെല്ലുകയും പണ്ട് ഈ അഖിലേന്ത്യാ ലീഗും യൂണിയൻ ലീഗും തമ്മിൽ സന്ധി സംഭാഷണം നടന്നിരുന്നപ്പോഴുള്ള പോലെ അവിടെ നിന്ന് കോഴി ബിരിയാണി വയറുപോട്ട് അടിക്കുകയും അത് കഴിഞ്ഞ് സംഭാഷണം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം എന്തെങ്കിലും തീരും, വൈകാതെ അവസാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇറാന് ആണവായുധം ഇല്ല എന്ന കാര്യം അധികം വൈകാതെ അമേരിക്ക അംഗീകരിക്കും. ഇറാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അപ്പടി അംഗീകരിച്ചുകൊണ്ട് ഇറാൻ്റെ മുമ്പിൽ കീഴടങ്ങി അമേരിക്ക യുദ്ധം നിർത്തുകയും ചെയ്യും. സംഗതികൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. കാരണം അമേരിക്കയിൽ പണപ്പെരുപ്പം രൂക്ഷമായിരിക്കുന്നു, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നു. ട്രംപിനെതിരായ ജനരോഷം ശക്തിപ്പെടുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ട്രംപ് മുതലാളി കീഴടങ്ങും. ഇറാൻ്റെ മുമ്പിൽ ആയുധം വച്ച് കീഴടങ്ങും, അല്ലെങ്കിൽ ആയുധം വയ്ക്കാതെ കീഴടങ്ങും. ഏതായാലും യുദ്ധം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലയാളത്തിലും മാധ്യമങ്ങൾ ഈ വിഷയം സജീവമായിട്ട് ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. എൻ്റെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് അധികം പോയില്ല എന്ന് മാത്രം. കഴിഞ്ഞ ദിവസം ചന്ദ്രികയിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കൻ സൈനികർക്കും ആവശ്യത്തിന് റേഷൻ കിട്ടുന്നില്ല. ആ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ടി വരുന്നു. ഈ കപ്പലിലെ നാവികന്മാർ പലരും സമയാസമയത്ത് ഭക്ഷണം കഴിക്കാതെ ആകെ വിശന്ന് വലഞ്ഞ് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതിനിടയ്ക്ക് അമേരിക്കൻ കപ്പലുകളിൽ വയറുകടി വ്യാപകമായിരിക്കും, ഛർദിയും അതിസാരവും വ്യാപിക്കുകയാണ്. ഇങ്ങനെ അമേരിക്കൻ സൈനികർ വിഷം കഴിച്ച് മരിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇറാൻ്റെ ഭീകരമായ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായിട്ടുള്ള ജെറാഡ് ഫോർഡിനും എബ്രഹാം ലിങ്കണും ഒക്കെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. മിക്കവാറും അത് വൈകാതെ കടലിൽ മുങ്ങിപ്പോവും എന്നാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രിക സുപ്രഭാതമോ മാധ്യമമോ സ്ഥിരമായിട്ട് വായിച്ചാൽ അമേരിക്ക ഈ യുദ്ധത്തിൽ തോറ്റ് പരാജയപ്പെട്ട് തൊപ്പിയിട്ട് ആകെ വല്ലാത്ത അവസ്ഥയിലായി നിൽക്കുന്നതായിട്ടും ഡൊണാൾഡ് ട്രംപ് ഇറാനോട് സന്ധി സംഭാഷണത്തിനും അല്ലെങ്കിൽ നിരുപാധിക കീഴടങ്ങലിനും തയ്യാറായി നിൽക്കുന്നതുമായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ ഞാനിതൊക്കെ വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വായിച്ച് ഞാൻ വലിയ രോമാഞ്ചം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ നാട്ടിലെ പ്രസിദ്ധനായ ഒരു മതപണ്ഡിതൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണാനിടയത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഗഹനമായി ആലോചിക്കുകയും ഗുരുതരമായിട്ട് അന്വേഷിക്കുകയും ചെയ്യും. അപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം ഞാൻ ആദ്യം പറയാം. അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് വെച്ചാൽ, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കണ്ടെത്തിയതെന്ന് വെച്ചാൽ, ദക്ഷിണ ഇസ്രായേൽ ഒരു നഗരം എന്ന് പറയാൻ പറ്റില്ല, ഒരു പട്ടണം. ആ പട്ടണത്തിലുണ്ടായ സംഭവമാണ് 10,000-കണക്കിന് തേനീച്ചകൾ ആ പട്ടണത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവ ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തേനീച്ച കൂട് ഇളകി എന്നാണ് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പട്ടണത്തിൽ നിരവധി തേനീച്ച കൂടുകളുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അത് ഈ വസന്തകാലത്ത്, യൂറോപ്പിലും വിദേശ രാജ്യങ്ങളൊക്കെ ഇത് വസന്തകാലമാണ്. വസന്തകാലത്ത് ചൂട് അധികരിച്ചതുകൊണ്ട് തേനീച്ചകളുടെ ആവാസ വ്യവസ്ഥ ആകെ കുഴപ്പത്തിലാവുകയും തേനീച്ചകൾ അവയുടെ കൂട് വിട്ട് കൂട്ടത്തോടെ പറന്നു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ജീവശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ചാണ് ഈ ചൂട് അധികരിക്കുന്ന സമയത്ത് തേനീച്ചക്കൂട്ടിലെ റാണി ഈച്ചയും അവരുടെ സേവകന്മാരായിട്ടുള്ള മറ്റ് ഈച്ചകളും ഇങ്ങനെ ദേശാന്തര ഗമനം നടത്തുന്ന പരിപാടി ഉണ്ടെന്ന് അങ്ങനെ പോയതാണ്. അല്ലാണ്ട് തേനീച്ചക്കൂട്ടിലെക്കാരും കല്ല് വലിച്ചെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ തീക്കൊള്ളി കത്തിച്ച് അതിൻ്റെ നേരെ കാണിച്ചിട്ടോ അല്ല. തേനീച്ചകൾ കണ്ട് ജനങ്ങൾ ചകിതരായി എന്നുള്ളത് ശരിയാണ്, സംഭ്രാന്തരായി. പക്ഷേ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. തേനീച്ചകൾ മനുഷ്യർ ഉപദ്രവിക്കാതെ അവയുടെ കൂട് വിട്ട് മറ്റെവിടേക്കോ പറന്നുപോയി. ഇതാണ് സംഭവം. തേനീച്ചകളുടെ ആകാശപ്പറക്കൽ ഉണ്ടായി എന്നുള്ള സത്യമാണ്. അത് ഏപ്രിൽ 15-ാം തീയതി നടന്ന കാര്യമാണ്. നമ്മളാരും ഇത് അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. എങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ മലബാർ ഭാഗത്തിരിക്കുന്ന ഒരു മതപണ്ഡിതൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് പുള്ളിയെ വെടക്കാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പുള്ളി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ കൊണ്ട് മനസ്സിലാവും. ഇദ്ദേഹം ഇത് അറിയുകയും
അദ്ദേഹത്തിൻ്റെ പേജിൽ ഇത് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അടിയിൽ വന്ന് ഒരുപാട് ആളുകൾ മാഷാ അല്ലാ, അൽഹംദുലില്ല, സുബ്ഹാനല്ലാ, ഇസ്രായേലിന് ഇതല്ല ഇതിലും വലുത് സംഭവിക്കും, തേനീച്ചയല്ല കടന്നലാണ് ഇളകേണ്ടിയിരുന്നത്, ഇതുകൂടി അവന്മാരുടെ കത്തിക്കൽ കഴിയും, അവർ ചെയ്യുന്ന ഓരോ അധർമ്മത്തിനും ഓരോ ദുഷ്കർമ്മത്തിനും കൃത്യമായ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കും എന്ന രീതിയിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് വലിയ കോരിത്തെരിപ്പുണ്ടായി. ഇസ്രായേലിന് നേരെ ഈ കടന്നലല്ല മൂർഖമ്പാമ്പിനെ അഴിച്ചുവിടുന്നത്, കാരണം അതുപോലത്തെ ആക്രമണമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ തേനീച്ചയെങ്കിലും വിട്ടല്ലോ പടച്ചവൻ എന്നാലോചിച്ച് ഞാൻ സമാധാനിച്ചു. പക്ഷേ തേനീച്ചയുടെ കുത്ത് ആർക്കും കിട്ടിയില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ മനപ്രയാസമുണ്ടായി. ഈ പോസ്റ്റ് ഇടുന്ന ആളുകൾക്ക് ഇതറിയില്ല. അവർ വിചാരിക്കുന്നത് ഇസ്രായേലിൽ തേനീച്ചക്കൂട് ഇളകി തേനീച്ചകൾ ജൂതന്മാരെ ഓടിച്ചിട്ട് കുത്തുകയാണെന്നാണ്. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയ മനപ്രയാസവും തോന്നി. എന്നാലും തേനീച്ചക്കൂട് ഇളകിയല്ലോ, ആരും ഇളകാത്തേക്കാൾ ഭേദമല്ലേ. ഇസ്രായേലും അമേരിക്കയും കൂടി ഇത്ര വലിയ അക്രമം നടത്തിയിട്ട് അപ്പുറം ഇപ്പുറമുള്ള അറബി രാജ്യങ്ങൾ ആരും ഒന്നും ചെയ്യാൻ കൂട്ടാക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, സൗദി അറേബ്യയും ബഹ്റിനും മറ്റു രാജ്യങ്ങളുമൊക്കെ ഇസ്രായേലുമായിട്ട് തോളോട് തോൾ ചേർന്ന് നിന്ന് ഇറാനെതിരായിട്ട് യുദ്ധം ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ ഈ ഇറാനെ സഹായിക്കാൻ ബാധ്യതയുള്ള വേറൊരു രാജ്യമാണ് തുർക്കി. അത് അറബി രാജ്യമല്ല. തുർക്കിയിലെ ഉർദുഗാൻ വലിയ വാചകമൊക്കെ അടിക്കും, വാ കൊണ്ട് മതളം കൊണ്ടുന്നതാണ്. പക്ഷേ പുള്ളിയും യാതൊരു സഹായവും ഇറാന് ചെയ്തിട്ടില്ല. അങ്ങനെ ഇറാൻ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചില ഉത്സാഹക്കാർ മാത്രമേ ഇറാനിന് സപ്പോർട്ടായിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ആരും സഹായത്തിനില്ലാത്ത ഇറാന് സഹായവുമായിട്ട് തേനീച്ചകളെങ്കിലും വന്നല്ലോ എന്ന സമാധാനമാണ് എനിക്കുള്ളത്. ഇതേ സമാധാനം തന്നെയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ മതപണ്ഡിതനും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ട് തുള്ളിച്ചാടുന്ന വിശ്വാസികൾക്കും ഉള്ളത് എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും തേനീച്ചക്കൂട് ഇളകിയതിലുള്ള എൻ്റെ സന്തോഷം ഇവിടെ പങ്കുവയ്ക്കുന്നു. അതേസമയത്ത് ഈ തേനീച്ചകൾ ആരും തന്നെ ജൂതന്മാരെ കുത്താത്തതിലും മുറിവേൽപ്പിക്കാത്തതിലും എനിക്കുള്ള മനസ്താപം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇതുപോലുള്ള തമാശകളില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബോറായി പോകും എന്നുള്ളതുകൊണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ തേനീച്ചക്കൂടോ കടന്നൽക്കൂടോ എന്തെങ്കിലുമൊക്കെ ഇളകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.